ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവിനെ അറിയാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു എന്നുള്ളത് നാം പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ എപ്പോഴും ഓർത്ത് നന്ദിയുള്ളവരായിരിക്കാം. അതോട് ചേർന്ന് നാം ഓരോ ദിവസവും ജീവിക്കാനുള്ള ദൈവിക ആലോചനകൾ നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട് എന്നുള്ളത് അതിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ളതായൊരു സത്യമാണ്. ആ ബന്ധത്തിൽ നാം ഗിരിപ്രഭാഷണമാണ് ഇത് ആളുകളിൽ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. നമ്മുടെ കർത്താവ് നൽകിയ ഉന്നതമായ പ്രമാണത്തിൻ്റെ മഹത്വം നമ്മൾ കണ്ട് വരികയായിരുന്നു. 5-ാം അധ്യായത്തിൻ്റെ 23-26 വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒടുവിലായി ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. കൊല ചെയ്യരുത് എന്നുള്ളതായ കൽപ്പനയും ആ കൽപ്പനയെ കർത്താവ് പുതുക്കി തന്നതായ വിശദാംശങ്ങളും നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ആ പ്രബോധനത്തിൻ്റെ ഒടുവിൽ നമ്മുടെ കർത്താവ് നിരന്നുകൊള്ളുക, ഇണങ്ങിക്കൊള്ളുക എന്നുള്ളതായ ശക്തമായ ആഹ്വാനം നൽകുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർക്കാനിടയായിട്ട് തീർന്നു. അതിൻ്റെ മുൻ വാക്യങ്ങളിലെ പ്രമാണങ്ങൾ അനുസരിച്ചാൽ വിജയകരമായ സാഹോദര്യ ബന്ധം സൂക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ അതിൽ വീഴ്ച വരാനിടയായിട്ട് തീർന്നാൽ ആ വീഴ്ചയ്ക്ക് പരിഹാരം കണ്ടെത്തണം എന്നുള്ളതായ വളരെ ശക്തമായ സന്ദേശമാണ് ഈ വാക്യങ്ങളിൽ കർത്താവ് നൽകുന്നതായി നമ്മൾ കാണുന്നത്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് നൽകിയ ഈ ഉപദേശം ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാർ പലവട്ടം ആവർത്തിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇതുവരെ ചിന്തിച്ച കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഏതെങ്കിലും വീഴ്ച വന്നാൽ അതിന് പരിഹാരം എങ്ങനെ കണ്ടെത്തണം എന്നുള്ളതായ വളരെ ശക്തമായ പ്രബോധനവും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ വിജയകരമായ സാഹോദര്യ ബന്ധത്തിൽ നാം ലേഖനങ്ങൾ ഒത്തിരി സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ഒരു വേദഭാഗം ഈ ബന്ധത്തിൽ ഒന്ന് ചേർത്ത് ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ നിരന്നുകൊള്ളുക, ഇണങ്ങിക്കൊള്ളുക എന്നൊക്കെയുള്ള നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളുടെ സമഗ്രമായ വിശദാംശങ്ങൾ ദൈവാത്മാവ് നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു സാമ്പിളിനായിട്ട് ഒരു വേദഭാഗം അങ്ങനെ വായിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. വായിക്കാം 12-13 വാക്യങ്ങൾ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രധാനമാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സിലും ദയ, കാരണ, കരുണ, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം നോക്കുകയും ഒരുവരോടൊരു വഴക്കുണ്ടായ പതിനിൽ ക്ഷമിക്കുകയും ചെയ്യും. കർത്താവ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ എങ്ങനെ നിരന്നുകൊള്ളാം, ഇണങ്ങിക്കൊള്ളാം എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളാണ് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഈ 2 വാക്യങ്ങളും ചേർത്ത് ചിന്തിക്കുമ്പോൾ ചില പ്രായോഗികമായ പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്ങനെ ബന്ധങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം എന്നുള്ളതിൻ്റെ ഉത്തരവും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ നിന്ന് 2-3 കുറിപ്പുകൾ ചുരുക്കമായിട്ട് വിശദീകരിക്കണം
എന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് നാം ഈ വേദഭാഗം ചിന്തിക്കുമ്പോഴൊക്കെ ഓർക്കാറുള്ളൊരു കാര്യം ഓർപ്പിക്കുകയാണ്. വിശുദ്ധന്മാരായ ദൈവമക്കളുടെ ഇടയിലും വഴക്കുണ്ടാകാൻ ഇടയുണ്ട് എന്നുള്ളതായ വളരെ ശക്തമായൊരു മുന്നറിയിപ്പ് ഈ വേദഭാഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ ദൈവമക്കൾക്ക് 2-3 പേരുപയോഗിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ് ആ പേരുകൾ? വൃതന്മാർ, വിശുദ്ധന്മാർ, പ്രിയർ. അപ്പോൾ ഇത് വലിയ ആത്മീക പദവിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ദൈവമക്കളായ നാം എത്ര ഉന്നതമായൊരു പദവിയിലേക്ക് കൊണ്ടുവരപ്പെട്ടവരായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. പക്ഷെ താഴെ വരുമ്പോൾ പറയുകയാണ്, ഒരുവിന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കണം. അപ്പോൾ വൃതന്മാരാണെങ്കിലും വിശുദ്ധന്മാരാണെങ്കിലും ദൈവത്തിന് പ്രിയരായ ആളുകളാണ് എന്നിരിക്കലും ഈ അപകട സാധ്യത ഉണ്ട് എന്നുള്ളത് ദൈവാത്മാവിവിടെ വളരെ ശക്തമായൊരു മുന്നറിയിപ്പ് നമുക്ക് തരികയാണ്. അപ്പോൾ ഈ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതായ കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒടുവിൽ ഓർപ്പിച്ചൊരു കാര്യം ഗൗരവമായിട്ട് ഉൾക്കൊള്ളണം. സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തു ചെയ്യണം? 1 യോഹന്നാൻ 5:18 വാക്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഒടുവിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? അത് ദൈവത്തിൽ ജനിച്ചവനെല്ലാം തന്നെത്താൻ സൂക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, സാഹോദര്യ ബന്ധത്തിന് ഉലച്ചിലുണ്ടാകാനുള്ളതായ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ തെറ്റിപ്പോകാതെ വണ്ണം നമ്മെ തന്നെ സൂക്ഷിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ സൂക്ഷ്മതയോടെ ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. വഴക്ക് ഉണ്ടാകാൻ സഹായിക്കുന്നവരായ ആളുകൾ നമ്മൾ ദൈനംദിനം പെരുമാറുന്ന ആളുകളുടെ കൂട്ടത്തിൽ വരുന്നതിനുള്ളതായ സാധ്യതയുണ്ട്. അതൊരു വിശദമായ പഠനമാണ്. സദൃശ്യവാക്യങ്ങളിലൊക്കെ അതിൻ്റെ മുന്നറിയിപ്പ് നമുക്ക് ധാരാളം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നുണ പറയുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളോടുള്ള സഹവാസം വഴക്കിലേക്ക് നയിക്കാനുള്ളതായ സാധ്യതയുണ്ട്. ഏഷണി പറയുന്ന ആളുകളുണ്ടെങ്കിൽ അത് വഴക്കിലേക്ക് നയിക്കാനുള്ളതായ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെയാണ് അതിൻ്റെ ഘടകങ്ങൾ എന്നുള്ളത് നിങ്ങൾ വചനം പരിശോധിച്ച് ഉൾക്കൊള്ളുന്നത് നല്ലതാണ്. എന്നാൽ ഞാനിപ്പോൾ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആരും ഒന്നും ഇടപെട്ടില്ലെങ്കിലും പ്രിയപ്പെട്ടവരെയും വഴക്കിലേക്ക് പോകത്തക്കവണ്ണമുള്ളതായ ആ സാധ്യത നമ്മുടെ ഈ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളത് ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ വാക്യങ്ങളിപ്പോൾ എടുത്ത് വായിക്കേണ്ട എന്ന് വിചാരിക്കുകയാണ്. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ജഡത്തിൻ്റെ പ്രവൃത്തിയുടെ ഒരു ലിസ്റ്റുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ഓർക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് ഓർത്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മറുവശമായിട്ട് ഇതും ഓർത്തായിരുന്നു. ജഡത്തിൻ്റെ പ്രവൃത്തികൾ എത്ര കൂട്ടമുണ്ട്? 15 കൂട്ടമുണ്ട്. അതിൽ 8 കൂട്ടം കാര്യങ്ങൾ വഴക്കിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതാണ്. അതിൻ്റെ ലിസ്റ്റ് മാത്രം ഞാനൊന്ന് പറയാം. പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ. അപ്പോൾ ഇതിൽ ചിലതൊക്കെ നമ്മൾ വിജയം വരിച്ചിട്ടുള്ളതായ പാപങ്ങളായിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മിൽ അതിൻ്റെ വിത്തുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ ഭയത്തോടെ ഓർക്കേണ്ടുന്നതായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് വേറെ ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും, ആരും ഏഷണി പറഞ്ഞില്ലെങ്കിലും, വഴക്കുണ്ടാക്കാനായിട്ടുള്ള കണി ഒരുക്കിയില്ലെങ്കിലും നമ്മൾ അതിലൊക്കെ പെട്ടുപോകാനുള്ളതായ വലിയ സാധ്യതയുണ്ട്.
അപ്പോൾ അങ്ങനെ ദൈവമക്കളുടെ വീട്ടിൽ വഴക്ക് ഒക്കെ കാണുമ്പോൾ സഭയിൽ ചിലപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസമോ ഭിന്നതയോ ഒക്കെ കാണുമ്പോൾ രക്ഷിക്കപ്പെട്ട ആളുകളായിരിക്കില്ല എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെയോ ഇത് കേവലം സ്വാഭാവികമായി സംഭവിക്കുവാനായിട്ട് സാധ്യതയുള്ളതാണ്. അപ്പം നമ്മിൽ തന്നെ ഇതിൻ്റെ ഈ വീഴ്ച ഉള്ളതുകൊണ്ട് നമ്മുടെ ശത്രുവായ പിശാച് ആ വീഴ്ചയെ മുതലെടുത്ത് വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മെ തള്ളിവിടുന്നതിനുള്ളതായ സാധ്യതയുണ്ട് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഈ ലിസ്റ്റൊക്കെ നമ്മിലുള്ളതായിട്ട് വചനം പറയുന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എത്ര വിശുദ്ധനായാലും ഇതൊന്നും വിട്ടുമാറുകയില്ല. ഇതെല്ലാം വിട്ടുമാറേണ്ട ഒരു സമയമുണ്ട്. എപ്പോഴാണെന്ന് നമുക്കറിയാം. നമ്മുടെ കർത്താവ് വന്ന് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം നമ്മുടെ കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുമ്പോൾ ഇതെല്ലാം മാറും. പിന്നെ ഈ ജഡത്തിൻ്റെ താഴ്ചയില്ലാത്ത രൂപാന്തര ശരീരമുള്ളവരായിട്ട് നമ്മൾ തീരും. പിന്നെ പാപത്തിൻ്റെ പരീക്ഷ ഉണ്ടാവുകയില്ല. ബഹുമാനപ്പെട്ട ദേവദാസൻ കെ ഡാനിയലും സച്ചാൻ പാടിയിട്ടുള്ളതുപോലെ പോരാട്ടം അവിടെ തീരുവാൻ ഇടയായിട്ട് തീരും. ഒരാൾ മരിച്ചു കഴിഞ്ഞാലും പിന്നെ പാപത്തിൻ്റെ പോരാട്ടം ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇതിനുള്ളതായ വലിയ സാധ്യത ഉണ്ട്. പിശാച് നമ്മെ വീഴിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. യോഹന്നാൻ 17-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ പ്രാർത്ഥന പറഞ്ഞിട്ടുള്ളത് നമ്മൾ നേരത്തെ ഓർത്തിട്ടുണ്ടല്ലോ. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ അവരെ കാത്തുകൊള്ളണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നാം ഇതിനൊക്കെ വശംവദരായി തെറ്റിപ്പോകുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ഈ വാക്യങ്ങളിലെ കാതലായ സന്ദേശം തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതല്ല, പിന്നെയോ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ തുടരാനിടയായിട്ട് തീരാതെ ക്രമപ്പെടണം എന്നുള്ളതായ വലിയ സന്ദേശമാണ് ദൈവാത്മാവ് നൽകുന്നത്. എന്നാൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി ഇന്ന് രാത്രിയിൽ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വഴക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴും വഴക്കുണ്ടാകാതിരിക്കത്തക്കവണ്ണം നമ്മൾ എടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതായൊരു മുൻകരുതൽ ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. 5 കാര്യങ്ങൾ ധരിച്ച് ജീവിക്കുന്നവർക്ക് വഴക്കിൽ അകപ്പെടാതെ തങ്ങളെ തന്നെ സൂക്ഷിക്കാം. അപ്പോൾ ആ 5 കാര്യങ്ങൾ ഞാൻ സാധിക്കുമെങ്കിൽ എന്ന് ചുരുക്കമായിട്ടൊന്ന് ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. അവിടെ നമ്മൾ ധരിക്കേണ്ട 5 കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതങ്ങനെ വളരെ സമഗ്രമായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള സാവകാശം ഉണ്ടാകുകയില്ല. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ മതിയായിരിക്കും. എന്നാൽ ധരിക്കേണ്ട 5 കാര്യങ്ങളുടെ ലിസ്റ്റ് ഒന്ന് പറയാം. ആദ്യത്തേത് ഏതാണ്? നമ്മൾ മനസ്സലിവ് ധരിച്ച് ജീവിക്കണം. മനസ്സലിവ് എന്നുള്ളത് നമ്മുടെ സഹജീവികളോട് നമ്മൾ പുലർത്തേണ്ടുന്നതായ സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും വലിയ സന്ദേശം നമുക്ക് നൽകുന്ന ഒരു പ്രയോഗമാണ്. അതൊത്തിരി വിശദമായിട്ട് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ദൈവം മനസ്സലിവുള്ളവനാണ്. അപ്പം അതുകൊണ്ട് ദൈവമക്കളായ നാമും മനസ്സലിവുള്ളവരായിട്ട് ജീവിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ എത്രയോ അധികം വിശദീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ആസ്പെക്റ്റ് ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് പറയണം എന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്കറിയാം, മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് ഒരു സത്യം വളരെ ലളിതമായി വിശദീകരിക്കുമ്പോൾ ദൈവം നമ്മോട് കാണിച്ചൊരു മനസ്സലിവിനെ കുറിച്ച് പറയുന്നുണ്ട്. 18-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ
ഒരു വലിയ പ്രമാണം കർത്താവ് ലളിതമായ ഒരു വിശദീകരണത്തിലൂടെ വ്യക്തമാക്കുമ്പോഴാണ് അത് നമ്മൾ കാണുന്നത്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. അവിടെ ഈ വാക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഒരു ദാസൻ വലിയൊരു കടക്കെണിയിൽ അകപ്പെട്ടു. 10,000 താലന്ത് കടപ്പെട്ടു. അപ്പോൾ അവൻ ന്യായമായിട്ട് അത് കൊടുത്തു തീർക്കുന്നത് വരെ തടവിൽ പോകാനും ഒക്കെ യോഗ്യനാണ് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഒരസാധാരണമായ മനസ്സലിവ് ഈ യജമാനൻ അവനോട് കാണിച്ചു. അവൻ്റെ കടമെല്ലാം ഇളച്ചു കൊടുത്തു. ഇത് നമ്മുടെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. നമുക്ക് കർത്താവ് ഇളച്ചു തന്ന കടം, ക്ഷമിച്ച പാപങ്ങൾ എത്രയുണ്ട് നമുക്കറിയാമോ? നമുക്ക് ആർക്കും അറിയാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഒരു വലിയ കണക്കുണ്ട്, 10,000 താലന്ത്. അപ്പോൾ അതിലൂടെ നമ്മുടെ കർത്താവ് വ്യക്തമാക്കിയതായ സത്യം, ദൈവം ഒരാളോട് മനസ്സലിഞ്ഞ് അവന് കൊടുക്കുന്ന പാപക്ഷമ എത്രയോ വലുതാണ് എന്നുള്ളത് നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് ഒരിക്കൽ പാപിനിയായൊരു സ്ത്രീക്ക് മോചനം കൊടുത്തല്ലോ. അപ്പോൾ അവിടെ വേറൊരു പരീക്ഷനിരുന്ന് അതിനെ സംബന്ധിക്കുന്ന ആക്ഷേപം പറയുന്നതൊക്കെ നമ്മൾ ലൂക്കോസ് വിശേഷം 7-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് വായിക്കുന്നുണ്ട്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇവളുടെ അനേകമായ പാപങ്ങൾ ക്ഷമിച്ച് കൊടുത്തു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഇവിടെ ഈ ദാസന് വലിയ ക്ഷമയാണ് കിട്ടിയത്. പിന്നെ ബാക്കി കാര്യം നമുക്കറിയാം. അതുകൊണ്ട് ഞാനത് വാക്യമൊന്നും വായിക്കാതെ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് വിചാരിക്കുക. ഇവന് ഇളവൊക്കെ കിട്ടി സന്തോഷത്തോടെ പോകുമ്പോൾ അവൻ്റെ ഒരു കൂട്ടുദാസനെ കണ്ടു. അവൻ ഇവനോട് കടപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ തുക ഓർക്കുണ്ടോ? എത്ര തുകയാണ്? 100 വെള്ളിക്കാശ്. അതിൻ്റെ കണക്കുകളൊന്നും ഞാനിപ്പോൾ കൂട്ടുന്നില്ല. ഒരു താലന്തിൻ്റെ വളരെ ചെറിയൊരംശമാണ് ഇവൻ്റെ കൂട്ടുദാസൻ ഇവനോട് കടപ്പെടുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ അവൻ എന്താ ചെയ്തതെന്നൊക്കെ നമുക്കറിയാം. അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ കൂട്ടുദാസനോട് ക്ഷമിക്കാൻ അവൻ ഒരുക്കമല്ലായിരുന്നു. അപ്പോൾ ഈ വാർത്ത യജമാനൻ കേട്ടപ്പോൾ യജമാനെ അത് വല്ലാതെ വേദനിപ്പിച്ചു. കാരണം ഇവൻ്റെ അനേകപരമായ കടം 10,000 താലന്ത് അവനോട് മനസ്സലിഞ്ഞ് അവന് ഇളച്ചു കൊടുക്കാൻ ഇടയായിട്ടും ആ ഇളവിനെ അവൻ വിസ്മരിച്ച് കൂട്ടുദാസൻ്റെ 100 വെള്ളിക്കാശ് ഇളച്ചു കൊടുക്കുവാൻ മനസ്സില്ലാതെ അവനെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി എന്നൊക്കെയുള്ളത് ഈ യജമാനനെ വളരെ വേദനിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു. നമുക്കെന്നെ ലളിതമായിട്ട് അറിയാം എന്തുകൊണ്ടാണ് ഇവൻ അങ്ങനെ ചെയ്തത്. അവന് കിട്ടിയതായ വലിയ ഇളവിനെ കുറിച്ചുള്ളതായ ബോധ്യം അവന് നഷ്ടപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. ഞാൻ ഒത്തിരി വിശദീകരണം കൂടാതെ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയ പാപമോചനം എന്നുള്ളത് നാം അതിൻ്റെ വലിപ്പവും ഓരോ ദിവസവും തിരിച്ചറിയണം. കർത്തൃമേശ ആചരിക്കാൻ ഞായറാഴ്ച ഒരുമിച്ച് കൂടുമ്പോഴെങ്കിലും തിരിച്ചറിയണം. കാരണം അവിടെ നമ്മൾ നമ്മുടെ കർത്താവിനെ ഓർക്കുകയാണ്, കൂട്ടത്തിൽ നമ്മുടെ പൂർവ്വകാലം ഓർക്കുകയാണ്, നമ്മുടെ കർത്താവ് നമുക്ക് തന്നതായ വലിയ പാപക്ഷമയുടെ മഹത്വം ഓർക്കുകയാണ്. 2 പത്രോസ് 1:9 മനോഹരമായ പ്രയോഗമുണ്ടല്ലോ. ആ പ്രയോഗം ഓർക്കണ്ടോ നിങ്ങൾ? മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണവും മറന്നു പോകുന്ന അവസ്ഥ എന്തോരം ഭയങ്കരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കട്ടെ,
കർത്തൃമേശ ആചരിക്കുമ്പോൾ നമ്മൾ പൂർവ്വകാലം ഓർക്കും, നമ്മുടെ പാപങ്ങൾ എത്ര ഭയങ്കരമായിരുന്നു എന്നുള്ളത് ഓർക്കും. അതെല്ലാം കർത്താവ് ക്ഷമിച്ചു തന്നല്ലോ എന്നുള്ളത് നമ്മൾ വളരെ നന്ദിയോടുകൂടി ഓർക്കും. നമുക്ക് അധികം പാപക്ഷമ കിട്ടിയവരാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ കർത്താവിനെ അധികം സ്നേഹിക്കുന്നതിന് നമ്മെ പ്രചോദിപ്പിക്കുവാൻ ഇടയായിട്ട് തീരും. ഇതന്ന് രാത്രി ഓർമ്മിക്കട്ടെ, ഇത് മറന്നു പോകുന്നത് നാം നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ മറന്നു പോകുന്നതിന് മുഖാന്തരമായിട്ട് തീരാകുന്നതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ക്ഷമിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം, പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ച വലിയ പാപക്ഷമയുടെ വലിപ്പവും മഹത്വവും നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്കെപ്പോഴും ഈ മനസ്സലിവ് ധരിച്ച് ജീവിക്കാനായിട്ട് സാധിച്ചാൽ നമുക്ക് ആരുടെ പാപങ്ങളും ക്ഷമിക്കത്തക്കവണ്ണമുള്ളതായ ആ ഒരുക്കത്തിലേക്ക് നാം വരുവാൻ ഇടയായിട്ട് തീരും. ക്ഷമ ധരിക്കുന്ന കാര്യം ഒടുവിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതൊത്തിരി വിശദീകരിക്കേണ്ട എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സലിവ് ധരിച്ച് ഓരോ ദിവസവും ജീവിക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത് എന്ത് ധരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ദയ ധരിക്കണം. നമ്മൾ ഒത്തിരി പാടാറില്ലെങ്കിലും നമുക്ക് പരിചയമുള്ളൊരു പാട്ടുണ്ടല്ലോ, ദയ ലഭിച്ചോ ഇല്ലേ എന്ന് തുടങ്ങുന്ന ഒരു മനോഹരമായ പാട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ ഈ ഭൂമിയിൽ ദയ ലഭിച്ച ആളുകളാണ്. നമ്മുടെ കർത്താവ് നമ്മോട് എന്തോരു വലിയ ദയയാണ് കാണിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ദയ ലഭിച്ചവർ എന്ന നിലയിൽ നമുക്ക് ദയ ധരിച്ച് ജീവിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അതിൽ ദയ വെളിപ്പെട്ട എത്രയോ ഒരു സംഭവങ്ങൾ നമുക്ക് വേദപുസ്തക ചരിത്രത്തിൽ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ എടുത്തൊന്നും വായിക്കാതെ പരിചയമുള്ള ഒരു സംഭവം ഞാനൊന്ന് ഉദ്ധരിക്കാം. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിൽ ദാവീദ് ഒരു മനുഷ്യനോട് ദയ കാണിക്കുന്നുണ്ട്. എൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ദാവീദ് കാണിച്ച ദയ യോനാഥാൻ്റെ നിമിത്തമാണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ ആരാധനായോഗത്തിലൊക്കെ എത്രയോ വട്ടം ഓർക്കാറുള്ള വാക്യമാണ്. അവിടെ ദാവീദ് ആരുടെ ദയയാണ് കാണിച്ചത്? ദൈവത്തിൻ്റെ ദയയാണ് ദാവീദ് അവിടെ കാണിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പം നോക്കണേ, ദാവീദ് എന്നൊരു സാധാരണ മനുഷ്യൻ ദൈവത്തിൻ്റെ ദയ കാണിച്ച് തൻ്റെ ശത്രുവർഗത്തിൽപ്പെട്ടതായ ശേഷിച്ച മെഫീബോശേത്തിനോട് എന്തോരാർദ്രതയോടുകൂടിയാണ് പെരുമാറുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പം ഇവിടെ ഈ ലേഖനത്തിൽ ദൈവാത്മാവ് നമ്മോട് പറയുന്നത് നമ്മൾ ദയ ധരിച്ച് ജീവിക്കുന്നവരായിരിക്കണം എന്നാണ്. അപ്പോൾ ഞാനിന്ന് ഈ വാക്യത്തിലൂടെ കടന്നു പോയപ്പോൾ ഓർത്തു, ദാവീദ് ദയ കാണിച്ചത് തൻ്റെ ശത്രുവർഗത്തിൽപ്പെട്ടതായ ഒരു അശരണനായ മനുഷ്യനോടാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ശത്രുവിനോട് കാണിച്ച ദയ. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ഏത് ബന്ധത്തെക്കുറിച്ചാണ്? സാഹോദര്യ ബന്ധത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഓർത്തു, ശത്രുവിനോട് ഇത്രയും ദയ കാണിക്കുമ്പോൾ സഹോദരന്മാരോട് എത്രയധികം ദയയായിരിക്കാം നമുക്ക് കാണിക്കാനായിട്ട് കഴിയേണ്ടത്. ഇതിൻ്റെ മറ്റ് പ്രായോഗിക വശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, ക്ലാസ് ഒത്തിരി വിസ്തൃതമായി പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പോകണ്ട എന്ന് വിചാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദയ ധരിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുന്നതിന് നമ്മെ സഹായിക്കും. മൂന്നാമത്തേത്,
താഴ്മ ധരിച്ച് ജീവിക്കണം. താഴ്മ ധരിച്ച് ജീവിക്കണം. ഞാനിന്ന് ഒരർത്ഥത്തിൽ ഒത്തിരി ആസ്വദിച്ചതായ ഒരു വാക്യമുണ്ട്. ആ വാക്യം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ നിന്ന് വിളിക്കപ്പെട്ട മൂപ്പന്മാരോട് സംസാരിക്കുമ്പോൾ താൻ തൻ്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും 3 പ്രത്യേകമായ ക്വാളിറ്റി സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ വിഷയത്തിൽ ഒത്തിരി പ്രധാനമല്ലെങ്കിലും നമ്മുടെ ഈ വാക്ക് അവിടെ ഉണ്ടെന്നുള്ളത് കൊണ്ട് ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. മതി. അപ്പം അവിടെ കർത്താവിനെ താൻ സേവിച്ച് വരുമ്പോൾ അതെങ്ങനെ സേവിച്ചു എന്നുള്ളതിൽ 3 വാക്കുകൾ എടുത്ത് പറയുകയാണ്. അതിൽ നമ്മുടെ ഈ വാക്കുണ്ട്. വളരെ താഴ്മയോടെ, പിന്നെ കണ്ണുനീരോടെ, കഷ്ടങ്ങളോടെയാണ് കർത്താവിനെ സേവിച്ചത്. ഈ നാളുകളിൽ നമ്മൾ വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. കർത്തൃസേവനം വിജയകരമായിട്ട് തീരണം എന്ന് വരികിൽ ഈ 3 കാര്യങ്ങൾ നമ്മുടെ സേവനത്തെ കൂടുതൽ അലങ്കരിക്കുന്നതിന് മുഖാന്തരമായിട്ട് തീരണം. പൗലോസിൻ്റെ ജീവിതവും ശുശ്രൂഷയും തലമുറകൾക്കുള്ള വലിയൊരു പാഠമാണ്. ഇന്ന് ക്രിസ്തീയ ഗോളവും സുവിശേഷ ഗോളവും ഏറെ ആക്ഷേപിക്കപ്പെടുന്നത് സമൃദ്ധിയുടെ സുവിശേഷത്തിൻ്റെ ഉപദേശത്തിലാണ്. കാരണം സുവിശേഷവുമായിട്ട് ആ ശുശ്രൂഷയിലായിരിക്കുന്ന ആളുകൾ ലോകത്തിലുള്ള ആളുകളെ പോലും അത്ഭുതപ്പെടുത്തുന്നതായ ആഡംബരത്തിലൂടെ ജീവിക്കുന്നു എന്നുള്ളത് ലോകത്തിൻ്റെ മുമ്പിലുള്ള വലിയൊരാക്ഷേപമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ വഴിയല്ല എന്ന് മനസ്സിലാക്കാൻ വേറെ എങ്ങും പോകണ്ട. പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രത്യേകത നമ്മൾ ഉൾക്കൊള്ളാനിടയായിട്ട് തീരുമ്പോൾ ആ ദൈവദാസൻ കർത്തൃസേവനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ തൻ്റെ അനുഭവത്തിലൂടെ ആ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്ക് പകർന്നു കൊടുക്കുന്നു എന്നുള്ളത് നാം കാണുകയാണ്. അതുകൊണ്ട് ഞാൻ സാധാരണ ഈ 20-ാം അധ്യായത്തിലെ ഈ പോർഷൻ പറയുമ്പോഴൊക്കെ പറയും, മൂപ്പന്മാർക്കുള്ള ഉപദേശം പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗമാണ് 20-ാം അധ്യായത്തിലുള്ളത്. അതുകൊണ്ട് ഈ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ ഈ പ്രസംഗം ഭംഗിയായിട്ട് വായിച്ച് മനസ്സിലാക്കി ഈ ദൈവദാസൻ നൽകുന്ന പ്രബോധനം ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അതുകൊണ്ട് ആ മറ്റ് 3 വാക്കുകളൊക്കെ വിശദീകരിക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. പൗലോസ് പറയുകയാണ്, ഞാൻ വളരെ താഴ്മയോടെയാണ് സേവിച്ചത്. അപ്പോൾ ഈ താഴ്മ ധരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രായോഗിക പാഠം ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഈ താഴ്മ വിശദീകരിക്കാൻ ഭയങ്കര പ്രയാസമാണ്. എഫേസ്യർ 4:2 വാക്യത്തിൽ ഇതിന് പകരം വേറൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. പൂർണ്ണ വിനയത്തോടെ നടക്കണം എന്നൊരു പദപ്രയോഗമുണ്ട്. അതെങ്ങനെയാണ് വിശദീകരിക്കുക എന്നെനിക്കറിയാൻ പാടില്ല. പ്രിയപ്പെട്ടവർ, ഞാനിങ്ങനെ ഓർപ്പിക്കട്ടെ, നമുക്ക് താഴ്മ ധരിച്ച് പൂർണ്ണ വിനയത്തോടെ ജീവിക്കാനായിട്ട് സാധിച്ചാൽ നമ്മെ തന്നെ സൂക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിലെ താഴ്മയെ വ്യക്തമാക്കുന്ന ഒരു മനോഹരമായ വാക്യം ഞാൻ ഈ വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നു. ആ വാക്യം നമുക്കൊന്ന് നോക്കി പോകാം.
1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് താൻ ഏത് സ്റ്റാൻഡേർഡിലാണ്, ഏത് നിലവാരത്തിലാണ് ആയിരിക്കുന്നത് എന്നുള്ളതായ കാര്യം 13-ാമത്തെ വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വായിച്ചേ 13-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ പൗലോസ് പറയുന്നത്, ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയും ഇന്നു വരെ സകലത്തിൻ്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു. അഴുക്കും ചവറും ഒക്കെ കൊണ്ടുവന്നിടുന്ന സ്ഥലമെന്നായി അല്ലാത്ത പറയണത്. അങ്ങനെ അത് നമുക്കുള്ള സ്ഥലത്തൊക്കെ അങ്ങനെ കൊണ്ടുവന്നിട്ടാൽ തന്നെ നമുക്ക് എന്ത് പ്രയാസമാണ്. അത് കേവലം സ്വാഭാവികമായിട്ടുള്ളതായൊരു കാര്യമാണ്. പൗലോസ് ഇവിടെ പറയുന്നത്, ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയും ഇന്നു വരെ സകലത്തിൻ്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൻ്റെ ദാസൻ തന്നിലേക്ക് തിരിഞ്ഞു നോക്കി പറയുന്നതായ കാര്യവും താൻ എത്രയോ അവഗണിക്കപ്പെട്ട വഴിയിലൂടെയാണ് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നത് എന്നുള്ളതായ വലിയ സത്യം ഇവിടെ താൻ എടുത്തു പറയുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഒരു പ്രയോഗം കൂടി ഞാൻ അവിടെ എടുത്ത് പറയുവാനായിട്ട് ശ്രമിക്കുകയാണ്. അവിടെ പറയുന്നത്, ഉപദ്രവങ്ങളുണ്ട്, പക്ഷേ അതെല്ലാം സഹിക്കുകയാണ്. ഉപദ്രവമേറ്റിട്ട് സഹിക്കുന്നു. വേറെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകാനായിട്ട് ശ്രമിക്കുന്നില്ല. താഴ്മയുള്ളവർക്ക് സഹനത്തിൻ്റെ ഏതു പടിയിലേക്കും ഇറങ്ങിപ്പോകാനായിട്ട് സാധിക്കും. നാം ക്രൂശെടുത്താണ് നമ്മുടെ യജമാനനെ അനുഗമിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ക്രൂശ് എപ്പോഴും സഹനത്തിൻ്റെ സ്ഥാനമാണ്, എപ്പോഴും അവഗണനയുടെ സ്ഥാനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമുക്ക് താഴ്മ ധരിച്ച് ജീവിക്കാനായിട്ട് സാധിച്ചാൽ എത്രയോ പരീക്ഷകളെ വളരെ വിജയകരമായിട്ട് അതിജീവിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ ഈ വലിയ ഉൾക്കാഴ്ച ഏറ്റെടുത്ത് ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ. കൊലോസ്യരുടെ ഈ പ്രബോധനം അതിൽ തന്നെ എന്തൊരു മനോഹരമാണ്. ഓരോ ദിവസവും താഴ്മ ധരിച്ച് ജീവിക്കുന്നവർക്ക് ജയാളികളായിട്ട് ജീവിക്കുവാൻ സാധിക്കും. അവർ വഴക്കിൽ തങ്ങളെ തന്നെ അകപ്പെടുത്താതെ സൂക്ഷിക്കുന്നതിന് അത് മുഖാന്തരമായിട്ട് തീരും എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. 4-ാമത് എന്ത് ധരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? സൗമ്യത ധരിച്ച് ജീവിക്കണം. സൗമ്യത ധരിച്ച് ജീവിക്കണം. സൗമ്യത ധരിച്ച് ജീവിക്കണം എന്നുള്ള കാര്യം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നതായ ഒരു ഭക്തനുണ്ടല്ലോ. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ആരെങ്കിലും വന്നോ? മോശ. ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു മോശ എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നത് ഒരു വീട്ടിലെ വഴക്കിൻ്റെ ചരിത്രമാണ്. ഒരു വീട്ടിലെ വഴക്കിൻ്റെ ചരിത്രം. ഈ വീട് സാമാന്യമായ ഒരു വീടല്ല. പിന്നെയോ ആ വീട്ടിലെ 3 മക്കളുടെ പേര് നമ്മൾ ഓർക്കും, ഇതെന്ത് അനുഗ്രഹിക്കപ്പെട്ട വീടാണ്. അഹരോനും മിരിയാമും മോശയും ഉൾപ്പെടുന്ന മക്കളായിട്ട് ഉൾപ്പെടുന്ന ഒരു വീട്. ഈ 3 മക്കളെയാണ് ഒരു തലമുറയിൽ ഇസ്രയേൽ മക്കൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് ദൈവം ഉപയോഗിച്ചത്. ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു പ്രയോഗം വായിക്കുന്നുണ്ട്. ദൈവം ഇസ്രയേൽ മക്കളെ അനുഗ്രഹിച്ച കാര്യം പറയുമ്പോൾ, ഞാൻ അവർക്ക് മോശയെയും അഹരോനെയും മിര്യാമിനെയും അവരുടെ മുമ്പിൽ നടക്കാനായിട്ട് കൊടുത്തു എന്ന് അവർ ജീവിച്ചിരുന്ന് അനേക വർഷങ്ങൾക്ക് ശേഷം രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ഓർപ്പിക്കട്ടെ, നമ്മുടെ വീട്ടിൽ വഴക്കുണ്ടാകാതെ നമ്മൾ വളരെ സൂക്ഷിക്കണം.
മോശയുടെ വീട്ടിൽ വഴക്കുണ്ടായെങ്കിൽ ആരുടെ വീട്ടിലും വഴക്കുണ്ടായി പോകുന്നതിനുള്ളതായ സാധ്യത ഉണ്ട്. ഈ വാട്ടർ പ്രൂഫ് എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഈ വാച്ചുകൾക്ക് ഒരു പരസ്യം കൊടുക്കാൻ വാട്ടർ പ്രൂഫ് വാച്ച് എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ വഴക്കുണ്ടാവില്ലാത്ത വീട് എന്ന് പറയുന്ന വീടുകൾ, അങ്ങനെ പ്രൂഫായിട്ടുള്ള വീടുകളില്ല. അത് പ്രിയപ്പെട്ടവരെ നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ഈ വീട്ടിൽ വഴക്കുണ്ടായെങ്കിൽ ഏതു വീട്ടിലും വഴക്കുണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. ഈ സംഭവം നമ്മൾ ധാരാളം ചിന്തിച്ചിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് ഞാനത് ഒത്തിരി വിശദീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവിടെ നിന്ന് 1-2 വാക്കുകൾ എടുത്തു പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഈ മോശയെക്കുറിച്ച് ദൈവം പറയുന്ന അതിമനോഹരമായ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ അധ്യായത്തിൽ ഉണ്ട്. അതിൽ ഒരെണ്ണം ഒന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. നല്ല പരിചയമുള്ള വാക്യമാണ്. ചിലപ്പോൾ നമ്മൾ മനഃപ്പാഠം പഠിച്ചിട്ടുള്ള വാക്യവുമായിരിക്കാനുള്ളതായ സാധ്യതയുണ്ട്. വായിച്ചോളൂ. 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ എന്തു മനോഹരമായ സാക്ഷ്യമാണ് ദൈവം മോശയെക്കുറിച്ച് പറയുന്നത്. ഞാനിന്ന് ഈ വാക്യത്തിലൂടെ കടന്നു പോയപ്പോൾ ഓർത്തു, ഇങ്ങനെ ദൈവത്തിന് നമ്മെക്കുറിച്ച് പറയാൻ പറ്റുമെങ്കിൽ പ്രിയപ്പെട്ടവർ, അതെന്തോ ഒരു മനോഹരമായിട്ടുള്ളതായ കാര്യമായിരിക്കും. എൻ്റെ ദാസനായ മോശ. പിന്നെ എബ്രായ ലേഖനത്തിൽ പറയുന്നൊരു കാര്യം ഇവിടുന്ന് എടുത്തു പറയുന്നതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്ന മോശ. അപ്പോൾ അവിടെ നമ്മൾ ഓർത്തൊരു കാര്യം, ആ മോശയ്ക്കെതിരെ തൻ്റെ മൂത്ത സഹോദരനും സഹോദരിയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ അധ്യായത്തിൽ വായിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്ര ശരിയായി പോയാലും നിങ്ങൾക്കെതിരെ ആക്ഷേപങ്ങൾ വരാനുള്ളതായ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ആക്ഷേപങ്ങൾ വരുന്നു എന്നുള്ളത് കൊണ്ട് അങ്ങനെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഗിരിപ്രമാണത്തിൽ പഠിച്ചൊരു പ്രമാണമുണ്ടല്ലോ, നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ സന്തോഷിച്ച് ഉല്ലസിപ്പിൻ. അത് നമ്മുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുന്നതായ കാര്യമാണ്. പക്ഷെ പറയാൻ വകയില്ലാതിരിക്കട്ടെ. പറയാൻ വകയുണ്ടായിട്ട് പറയുന്നത് അതിൽ പെടുകയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു വകയും ഇല്ലാതിരിക്കെ മോശയ്ക്കെതിരെ സംസാരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. വളരെ അറിയാമെങ്കിലും 1-2 വാക്കുകൾ ഞാനൊന്ന് എടുത്തു പറയുകയാണ്. 2 കാരണങ്ങളാണ് അവർ പറയുന്നത്. ഒന്ന്, തൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തിയുള്ള സംസാരമാണ്. ഞാൻ ഈ സംഭവം ഇത് എപ്പോൾ വായിക്കുമ്പോൾ ഓർക്കും, ഈ 2 മക്കളെ പ്രസവിച്ച ഈ ഭാര്യയെ കുറ്റപ്പെടുത്തി അനുജനോട് സംസാരിക്കാൻ ഇടയായി തീർന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? അത് ദുരൂഹമാണ്. കാരണം ഒരു കാര്യവുമില്ല. കാരണം മോശ ഏകഭാര്യാവൃതം വിശ്വസ്തമായിട്ട് സൂക്ഷിച്ചൊരു പഴയ നിയമ ഭക്തനാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ ഈ ഭാര്യയെ ചൊല്ലി ഒരു കുറ്റം ആരോപിക്കുക എന്ന് പറയുന്നത് പരിഹാര്യമായൊരു വിഷയമല്ല. നമ്മുടെ വീടുകളിലൊക്കെ പരിഹാരം ഇല്ലാത്തതായ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആരോപണങ്ങളാണ് പലപ്പോഴും നമ്മൾ ഉന്നയിക്കാനിടയായിട്ട് തീർന്നുകൊണ്ട്. ഒരു ചെറിയ വിവേകം ഉണ്ടെങ്കിൽ ആ ആരോപണമൊക്കെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. കാരണം പരിഹാരമില്ലാത്ത വിഷയങ്ങളാണ്, പരിഹരിക്കാവുന്ന വിഷയങ്ങളല്ല. പ്രിയപ്പെട്ടവരെ, എന്തൊരു അവിവേകമാണ് മിരിയാമും അഹരോനും കൂടെ ഇവിടെ ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ചോദ്യം ചെയ്തത് മോശയുടെ ശുശ്രൂഷയാണ്. കാരണം മോശ മുഖാന്തരമൊന്നുമല്ല, ഞങ്ങൾ മുഖാന്തരം അരളി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയത്തക്കവണ്ണമുള്ളതായ ആ വലിയ ആത്മീക തകർച്ചയിലേക്ക് അവർ വഴുതിപ്പോയി എന്നുള്ളതായ കാര്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. മോശകാരി അനുജനാണെങ്കിലും മോശ കൈപിടിച്ചാണ് അഹരോനെ ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കണ്ട, അഹരോൻ ഈ പണി ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം മോശയുടെ എന്തോരം നിർബന്ധത്തിലാണ് അഹരോനെ കൈപിടിച്ച് ഈ ഉന്നതമായ ശുശ്രൂഷയിലേക്ക്
കൊണ്ടുവരുവാൻ ഇടയായിട്ട് തീർന്നത്. പക്ഷേ ഇപ്പോൾ അഹരോനും തൻ്റെ സഹോദരിയോട് ചേർന്ന് മോശയ്ക്കെതിരെ സംസാരിക്കുന്നു എന്നുള്ളതായ കാര്യം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തോ ഒരു സങ്കീർണമായ ഒരു സാഹചര്യം. അവിടെയാണ് മോശയുടെ സൗമ്യത വെളിപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നത്. കാരണം ദൈവം ഈ പ്രയാസവേളയിൽ നിശബ്ദനായിരിക്കുന്ന മോശയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഞാൻ ഈ വിഷയം പറയുമ്പോഴൊക്കെ പറയാറുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾ വീട്ടിലാകട്ടെ സഭയിലാകട്ടെ നിങ്ങൾ സംസാരിക്കണമെന്ന് പ്രേരണ തോന്നുന്നൊരു സന്ദർഭത്തിൽ നിങ്ങൾ നിശബ്ദനായിട്ടിരുന്നാൽ നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ഇടയായിട്ട് തീരും. അത് പ്രിയപ്പെട്ടവരെ എത്രയോ മനോഹരമായൊരു കാര്യമായിരിക്കും. നമുക്കിവിടെ അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ദൈവം മോശയ്ക്ക് വേണ്ടി സംസാരിച്ചു. ഈ അധ്യായത്തിൽ ഒന്ന് രണ്ട് പ്രയോഗങ്ങൾ ഞാനൊന്ന് വേഗം എടുത്ത് പറയാം. അവരെ മൂവരെയും സമാഗമന കൂടാരത്തിലേക്ക് വിളിച്ചു. അവർ 3 പേരും ആ കൂടാരത്തിൽ ദൈവത്തിന് മുമ്പാകെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ദൈവം അഹരോനെയും മിര്യാമിനെയും അവിടെ നിന്ന് മാറ്റി വിളിപ്പിച്ചു. അവർ 2 പേരോടും ദൈവം സംസാരിക്കുന്നു എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 8-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെയിരിക്കെ നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിക്കാൻ ശങ്കിക്കാഞ്ഞത് എന്ത് എന്ന് ചോദിച്ച് ഇവരെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. പക്ഷെ ഇവർ ഈ ആരോപണമൊക്കെ ഉന്നയിച്ചപ്പോൾ മോശ ഒരക്ഷരം മിണ്ടിയില്ല. മോശയ്ക്ക് സംസാരിക്കാൻ കുറച്ച് പ്രയാസമുള്ള ആളായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. മോശ വിക്കനായിരുന്നു, അതുകൊണ്ടാണോ മോശ ഉത്തരം പറയാതിരുന്നത്? അല്ലല്ല. വിക്കുള്ള ആളുകൾ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാൻ തുടങ്ങിയാൽ ആശയം വ്യക്തമായില്ലെങ്കിലും കേൾക്കുന്ന ആളുകൾ വല്ലാത്ത അസ്വസ്ഥയിൽ അകപ്പെട്ടു പോകും. കാരണം അവരുടെ ആ പ്രതികരണം അത്രത്തോളം ഗൗരവമായിട്ടുള്ളതായ പ്രതികരണം ആയിരിക്കും. അപ്പോൾ മോശയ്ക്ക് സംസാരിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, പിന്നെയോ മോശ അവിടെ സൗമ്യതയോടെ നിശബ്ദനായിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. പക്ഷെ നാം അവിടെ വായിക്കുന്ന കാര്യം, ദൈവം അവരെ വിളിച്ച് മാറ്റി നിർത്തുന്നു, ദൈവം അവരോട് സംസാരിക്കുന്നു എന്നുള്ളത് നാം ഇവിടെ കാണുകയാണ്. അതിൽ ഒരു വാചകം ഞാനൊന്ന് എടുത്ത് പറഞ്ഞോട്ടെ. യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു, അവൻ മറഞ്ഞു. ഞാൻ ഈ അധ്യായം വായിക്കുമ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ അധ്യായം എടുത്ത് വായിക്കാറുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിലുമൊക്കെ ഈ അധ്യായം വായിച്ച് ഞാൻ ധൈര്യപ്പെടാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ നാം വായിക്കുന്നത് യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു, അവൻ മറഞ്ഞു എന്നുള്ളതായ വാക്ക് എത്രയോ ഗൗരവതരമായിട്ടുള്ളതായ വാക്കുകളായിട്ടാണ് ഇരിക്കുന്നത്. വിക്കനും തടിച്ച നാവുള്ളവനുമായ മോശ സംസാരിച്ചാൽ, നല്ലവണ്ണം സംസാരിക്കാൻ അറിയാവുന്ന അഹരോന് വേണമെങ്കിൽ മനോഹരമായി പ്രതിവാദം പറയാനായിട്ട് പറ്റി എന്ന് വരാം. പക്ഷേ ദൈവം സംസാരിച്ചപ്പോൾ അവരൊന്നും സംസാരിച്ചില്ല എന്ന് മാത്രമല്ല, അവർക്ക് സംസാരിക്കാൻ ദൈവം അവസരം കൊടുത്തില്ല. അത് വളരെ ഭയത്തോടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്നതായ കാര്യമാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയൊരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്: ദൈവത്തിൻ്റെ മുമ്പിൽ ഏതു വായും അടയും. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, സങ്കീർണമായ സാഹചര്യത്തിൽ, കുടുംബത്തിലാകട്ടെ മറ്റെവിടെയും ആകട്ടെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് സൗമ്യതയോടെ വർത്തിക്കാനായിട്ട് സാധിച്ചാൽ, നിശബ്ദരായിരിക്കാനായിട്ട് സാധിച്ചാൽ, നമ്മുടെ യജമാനനെ കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ നമ്മുടെ യജമാനൻ നമുക്ക് വേണ്ടി സംസാരിച്ചു കൊള്ളും എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഓരോ വിഷയങ്ങളിലുമൊക്കെ 2 വാക്ക് പറയാനൊക്കെ
പ്രലോഭിപ്പിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരുമ്പോൾ നാം പ്രലോഭനത്തിൽ കുരുങ്ങുവാൻ ഇടയായിട്ട് തീരാതെ നമ്മുടെ കർത്താവിനെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്ന വളരെ മനോഹരമായൊരു വാക്യമുണ്ടല്ലോ. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും. അടുത്ത വാക്ക് നിങ്ങൾ ഓർക്കണ്ടോ? ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിച്ചു. മോശ അങ്ങനെ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിച്ചോന്ന് എനിക്കറിയാൻ പാടില്ല, പ്രാർത്ഥിച്ച് കാണുമായിരിക്കാം. സൗമ്യതയുടെ വഴി ആ വഴിയാണല്ലോ. മോശ സൗമ്യത പഠിച്ചെടുത്തതാണല്ലോ, അല്ലാതെ ജന്മസ്വഭാവമല്ലല്ലോ. എന്തോ ഒരു ക്ഷിപ്രകോപിയായിരുന്നു, പക്ഷെ ദീർഘമായ വർഷങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ പാഠശാലയിൽ പഠിച്ചെടുത്ത പാഠമല്ലേ അത്. അപ്പോൾ മോശ അങ്ങനെ ദൈവകരങ്ങളിൽ കാര്യങ്ങൾ ഫലമേൽപ്പിച്ചു. ഈ ചേട്ടനോടും പെങ്ങളോടും എന്ത് പറയാനാ? അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കാര്യങ്ങൾ ഫലമേൽപ്പിച്ചു. ദൈവം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഒരു വാക്ക് തിരിച്ച് പറയാൻ പോലും അവസരമുണ്ടായില്ല എന്നുള്ളത് എത്രയോ വ്യക്തമായി നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ദൈവം മറഞ്ഞു, ദൈവത്തിൻ്റെ ശിക്ഷ ആരംഭിക്കുവാൻ ഇടയായിട്ട് തീർന്നു. വേറൊരു ശിക്ഷയും കൊടുക്കാതെ മിര്യാമിന് കൊടുത്ത ശിക്ഷ കുഷ്ഠരോഗമായിരുന്നു. ദൈവം പലപ്പോഴും ഇങ്ങനെയുള്ള രോഗങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. ഒരു രാജാവിന് ഈ രോഗം കൊടുത്തായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉസിയാവിന് ഈ രോഗം കൊടുത്തായിരുന്നു. കുറേയേറെ പുരോഹിതന്മാർ കൂടി അവിടെ നിന്ന് പിടിച്ചു മാറ്റാൻ നോക്കിയിട്ട് അയാൾ മാറില്ലായിരുന്നു. അപ്പോൾ പിന്നെ ദൈവം സന്ദർശിച്ചപ്പോൾ അവനവിടെ നിന്ന് മാറാനായിട്ട് ബന്ധപ്പെടുകയാണ്. ദൈവം ഏൽപ്പിക്കാത്ത ഒരു കാര്യം ഒത്തിരി ചെയ്തു കഴിഞ്ഞാലൊരു കുഴപ്പം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഇവിടെയും ദൈവം അങ്ങനെയാണ് സന്ദർശിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. സൗമ്യനായിരുന്ന മോശ തൻ്റെ വാ തുറന്നു. എന്തിനു വേണ്ടിയാണെന്ന് നമുക്കറിയാം, നമുക്ക് വളരെ പരിചയമുള്ളൊരു കാര്യം. കുഷ്ഠരോഗിയായി തീർന്ന തൻ്റെ സഹോദരിയുടെ സൗഖ്യത്തിന് വേണ്ടി യഹോവയോട് നിലവിളിക്കാനായിട്ടാണ് മോശ തൻ്റെ വാ തുറക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തോ ഒരു സങ്കീർണമായ സാഹചര്യത്തിലാണ് നമുക്ക് ഇവിടെ മോശയെ കാണാനായിട്ട് സാധിക്കുന്നു. ഞാനിന്ന് പകലിൽ ആസ്വദിച്ച ഒരു വാചകം നിങ്ങളോട് പറയുകയാണ്. വലിയൊരു കുടുംബ വഴക്കിൻ്റെ വക്കിൽ വന്ന മോശ ഒരു പോറൽ പോലും ഏൽക്കാതെ ജയാളിയായി തലമുറകൾക്ക് മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളത് നമുക്കുള്ള വലിയ പ്രചോദനമാണ്. ആരും തെറ്റിപ്പോകാവുന്ന സാഹചര്യം, പക്ഷെ മോശ തെറ്റിയില്ല. മോശ ഏറ്റവും സൂക്ഷ്മതയോടെ നിന്ന് ജയാളിയായിട്ട് നിൽക്കുന്നു. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, സൗമ്യത ധരിക്കുന്ന ഒരു ദൈവപൈതലിന് ഏത് സങ്കീർണ സാഹചര്യത്തിനും വിജയകരമായിട്ട് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കും. സൗമ്യതയെക്കുറിച്ച് നമ്മളൊരു വാചകം ഈ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഓർത്തായിരുന്നു. മത്തായി 5-ാമത്തെ വാക്യം ഓർമ്മയുണ്ടല്ലോ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. ഒന്ന് പൂരിപ്പിക്കാമോ? അവർ ഭൂമിയെ അവകാശമാക്കും. ആ പ്രയോഗത്തിന് വളരെ അർത്ഥവ്യാപ്തി കാണുമായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രിയിൽ ഞാൻ ഇങ്ങനെയൊരു അർത്ഥം പറയുകയാണ്. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ മോശ സാക്ഷ്യപ്പെടുത്തിയ സൗമ്യത ഇന്ന് ഭൂമിയിൽ എല്ലായിടത്തും പ്രസിദ്ധമാണ്. കാരണം വേദപുസ്തകം എന്തോരം ഭാഷകളിലേക്കാണ് പരിഭാഷ ചെയ്ത് ഇന്ന് ആളുകൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും സംഖ്യാപുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ മോശ അന്ന് നൽകിയ ആ വലിയ സൗമ്യതയുടെ സാക്ഷ്യം കണ്ട് ആ മാതൃകയെ പിൻപറ്റുവാൻ ഇടയായിട്ട് തീരുകയാണ്. അവർ ഭൂമിയെ അവകാശമാക്കും. കുറച്ച് വസ്തുക്കൾ വാങ്ങിക്കൂട്ടുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഈ അവകാശം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് സൗമ്യത ധരിച്ച് ജീവിക്കാം. ഒടുവിലത്തെ വാക്കൊന്ന് പറഞ്ഞു നിർത്താം, അല്പം വിശദീകരണം അടുത്ത ക്ലാസ്സിൽ പറയാം. ദീർഘക്ഷമ ധരിച്ച് ജീവിക്കണം. ഞാൻ ഈ കാര്യം ചിന്തിച്ചപ്പോഴൊക്കെ ദീർഘക്ഷമ ധരിച്ച് ജയാളിയായൊരു മനുഷ്യൻ എൻ്റെ മുമ്പിൽ വന്നു. നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും വന്നോ? ദീർഘക്ഷമ ധരിച്ച് ജീവിച്ച ആളാരെങ്കിലും?
ഉത്തരത്തിന് കാത്തിരിക്കാൻ സമയമില്ല. പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ ദീർഘക്ഷമയുടെ ഒരു മനോഹരമായ വിളംബരമുണ്ട്. ആരുടെയാണത്? സ്തേഫാനോസിൻ്റെയാണ്. അവിടെ കല്ലേറ് കൊള്ളുമ്പോൾ മുട്ടുകുത്തി ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ജയാളി നേരെ സ്വർഗത്തിലേക്കാണ് പോയത്. ഇപ്പം എൻ്റെ ചിന്തകൾ ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് ധരിച്ച് ജീവിച്ചാൽ ഇവിടെ പ്രശ്നങ്ങളിൽ ജയാളികളായിട്ട് ജീവിക്കും. പിന്നെ ഇതിലേറ്റവും വലിയ ജയാളി സ്തേഫാനോസാണെന്നാണ് എൻ്റെ വിചാരം. കാരണം ഈ ജയാളി സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ എന്തോ ഒരു ആഘോഷത്തോടു കൂടിയാണ് തന്നെ സ്നേഹിച്ച് തനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ് തന്നെ സ്വീകരിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് കണ്ട ആളുകൾക്ക് പാവം, നല്ല ചെറുപ്പക്കാരനായിരുന്നല്ലോ, ഇവിടെ ജീവിതം അവസാനിച്ചു പോയല്ലോ എന്ന് സഹതപിച്ച് വേണമായിരിക്കാം. പക്ഷേ സ്വർഗത്തിൽ സ്തേഫാനോസ് ഏറെ പ്രശംസ ഏറ്റുവാങ്ങുകയാണ്. ഇന്ന് രാത്രി ഞാനിങ്ങനെ ഉപസംഹരിക്കട്ടെ. നമുക്ക് ഇത് ധരിച്ച് ജീവിച്ചാൽ പ്രിയപ്പെട്ടവരെ, വഴക്കിലകപ്പെടാതെ വണ്ണം നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. കാരണം നിരന്നുള്ള ഇണങ്ങിക്കൊള്ളുക എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇതിൽ പെടാതെ ജീവിക്കുന്നതല്ലേ അതിനേക്കാൾ നല്ലത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതിലൊന്നും പെടാതെ സുരക്ഷിതരായി വരുന്ന ദിവസങ്ങളിൽ ജീവിച്ച് സാക്ഷ്യം വഹിക്കത്തക്ക വേണം. സ്വർഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. പെട്ടാൽ എങ്ങനെ അതിന് പരിഹാരം കണ്ടെത്തണമെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഗുരുനാഥൻ്റെ ഉപദേശം എന്ത് മനോഹരമായ ഉപദേശമാണ്. ഇതനുസരിച്ച് ജീവിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം എത്രയോ മനോഹരമായിരിക്കും. ഏത് പ്രശ്നങ്ങളെയും നമുക്ക് വിജയകരമായി അതിജീവിക്കാനായിട്ട് സാധിക്കും. സ്വർഗത്തിലെ ദൈവം അതിനാവശ്യമായ ദൈവകൃപ നമുക്കെല്ലാവർക്കും നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.